കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടിയും ധാരാളം പദ്ധതികളാണ് നിലവിൽ ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് 11,000 രൂപ വരെ ലഭിക്കുന്നതാണ്. 1000, 2000 രൂപയുടെ ഗഡുക്കളായിട്ടായിരിക്കും ഈ തുക ലഭിക്കുന്നത്. സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെ ഈ തുക ലഭിക്കുന്നതുമാണ്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. APL, BPL വ്യത്യാസമില്ലാതെ തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അംഗനവാടി വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. ഗർഭിണികളുടെയും മുറിയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സമയത്തുണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ആദ്യത്തെ പ്രസവത്തിന് 3 ഗഡുക്കളായിട്ടായിരിക്കും തുക ലഭിക്കുക. 2 ഗഡുക്കൾ പ്രസവത്തിന് മുമ്പ് ലഭിക്കുന്നതായിരിക്കും. 1 ഗഡു പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക. ഗർഭിണിയായ ഉടൻ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ 1000 രൂപയാണ് ലഭിക്കുക. കൂടാതെ ഒരു പ്രാവശ്യമെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷം രണ്ടാമത്തെ ഗഡു ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ഗഡു ലഭിക്കുന്നത് പ്രസവശേഷം ആയിരിക്കും. ആദ്യം 1000, രണ്ടാമത്തെ ഗഡുവായി 2000, കുട്ടി ജനിച്ചതിനു ശേഷം 2000 എന്നിങ്ങനെയാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. കൂടാതെ ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി 6000 രൂപ ലഭിക്കുന്ന നടപടിയും ഉണ്ട്. രണ്ടാമത്തെ പ്രസവത്തിന് 6000 രൂപയാണ് ലഭിക്കുക. എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ 6000 രൂപ വീതം ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ആൺകുട്ടി ജനിച്ചാൽ ഈ സഹായം ലഭിക്കുകയില്ല. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ 5000വും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും ലഭിക്കും. അങ്ങനെ ഒരു സ്ത്രീക്ക് 11,000 രൂപ വരെ ഈ സ്കീമിലൂടെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിൽ ഈ തുക ലഭിക്കുകയില്ല. ഒന്നാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 5000 രൂപ ലഭിക്കുന്നതായിരിക്കും. ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ അംഗനവാടിയിൽ നിന്നും നിശ്ചിത ഫോമുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഇതിന്റെ ഔദ്യോഗിക പോർട്ടലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സ്വന്തമായും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്.